ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഡൈപോൾ. എഴുതി പോയിക്കോട്ടെ, ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനിഷൻ പഠിക്കാൻ ചോദിക്കും. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ഓക്കെ, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്, രണ്ട് ഈക്വലും ഓപ്പോസിറ്റും ആയിട്ടുള്ള ചാർജസ് ഉണ്ട്. ദാറ്റ് ഇസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് 2a. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയാം. ഡെഫിനിഷൻ കിട്ടിയ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്, രണ്ട് ഈക്വലും ഓപ്പോസിറ്റും ആയിട്ടുള്ള ചാർജസ് ഉണ്ട്. ദാറ്റ് ഇസ് സെപ്പറേറ്റഡ് ബൈ എ ടു ഡിസ്റ്റൻസ്, രണ്ട് ചാർജ്, ഒരു പ്ലസ് ക്യൂ ഒരു മൈനസ് ക്യൂ. അത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2a ആണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയാം. ഇനി നമുക്ക് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ P കൊണ്ടാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിനെ റെപ്രസെന്റ് ചെയ്യുക. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോളിന്റെ സ്ട്രെങ്തിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ചാർജ് ആൻഡ് ദ ഡിസ്റ്റൻസ് 2a into q. അതായത് ചാർജിന്റെയും ഡിസ്റ്റൻസിന്റെയും പ്രോഡക്റ്റിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയാം. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് പുതിയ ടേം ആണ്, പഠിച്ചേക്കാം. അപ്പൊ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയാം. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോളിന്റെ സ്ട്രെങ്തിനെയാണ് നമ്മൾ ഡൈപോൾ മൊമെന്റ് എന്ന് പറയാം. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് P എന്ന് പറയും. അതുപോലെ തന്നെ നമുക്ക് ഇതിനെ ഇക്വേഷൻ ആക്കി എങ്ങനെ എഴുതാം, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ചാർജ് ആൻഡ് ദ ഡിസ്റ്റൻസ് 2a, ഡിസ്റ്റൻസ് ഓഫ് ദ ഡൈപോൾ, ഡൈപോളിന്റെ ഡിസ്റ്റൻസ്. ഇതിനെയാണ് നമ്മൾ ഡൈപോൾ മൊമെന്റ് എന്ന് പറയാം. ഓക്കെ, ഇനി ഈ ഡൈപോളിന്റെ യൂണിറ്റ് എങ്ങനെയായിരിക്കും വരുന്നത്, യൂണിറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞേ, കൂളോം മീറ്റർ. കൂളോം മീറ്റർ കറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ജസ്റ്റ് സെന്റിമീറ്റർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റായിരിക്കും. ഇങ്ങനെയൊന്നും എഴുതരുത്, കറക്റ്റ് കൂളോം മീറ്റർ എന്ന് തന്നെ എഴുതാം. ഓക്കെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡൈപോൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഡയറക്ഷൻ വരുന്നത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കായിരിക്കും. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കാനൊക്കെ പഠിച്ചില്ലേ, പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് നമ്മൾ വരയ്ക്കുന്നത് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പക്ഷെ ഡൈപോൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കായിരിക്കും എപ്പോഴും നമ്മൾ ഡൈപോൾ വരയ്ക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. വാട്ട് ഈസ് ഡൈപോൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ എഴുതുക, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എ സ്ട്രെങ്ത് ഓഫ് ദ ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോളിന്റെ സ്ട്രെങ്തിനെയാണ് നമ്മൾ ഡൈപോൾ മൊമെന്റ് എന്ന് പറയാ. P വെച്ചാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. It is defined as the magnitude of the one of the product of magnitude of the one of the charge and the length of the dipole. P is equal to 2LQ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ 2AQ. ഇപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് വേണമെങ്കിൽ 2L എന്നോ 2A എന്നോ ഏത് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പൊ 2L ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ P is equal to 2LQ എന്ന് വരും. 2A ആണെങ്കിൽ P is equal to 2AQ. ഒരിക്കലും മറന്നു പോരുത്. ഇനി ഏതൊക്കെ ഡെറിവേഷൻ നമ്മൾ ചെയ്താലും ഇത് വേണ്ടതാണ്. സിമ്പിൾ കാര്യമാണ്. Two equal and opposite charges separated by a small distance is called electric dipole. Equation P is equal to 2AQ. മറന്നു പോരുത്, വേഗം എഴുതിക്കും. പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ പഠിച്ചു പോയേക്കണേ. രണ്ട് ഈക്വലും ഓപ്പോസിറ്റും ആയിട്ടുള്ള ചാർജസ് ഉണ്ട്. ദാറ്റ് ഇസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ടു ഈക്വൽ ഇലക്ട്രിക് ഡൈപോൾ. Two equal and opposite charges. Two equal and opposite charges separated by a small distance. Two equal and opposite charges separated by a small distance. Electric dipole moment is defined as the strength of electric dipole expressed by a physical quantity. The strength of electric dipole expressed by a physical quantity. Equation ഇപ്പൊ തന്നെ പഠിച്ചു പോയേക്കണം കേട്ടോ. Electric dipole moment P is equal to 2AQ. P is equal to 2AQ. ആ ഇക്വേഷൻ ഒന്ന് ബോക്സ് ചെയ്ത് വെക്കണേ. P is equal to 2AQ.
P is equal to 2AQ. 2AQ. അത് ജസ്റ്റ് ഒന്ന് വരച്ചും വെച്ചേക്കട്ടെ. നെഗറ്റീവ് ടു പോസിറ്റീവ് ആയിരിക്കും ഡൈപോൾ എപ്പോഴും വരക്കുക. നെഗറ്റീവ് ടു പോസിറ്റീവ്. എന്തേ പോയാ വല്ലതും? Electric dipole moment is defined as a strength of electric dipole expressed by a physical quantity. Strength of electric dipole expressed by a physical quantity. അത് വരച്ചും വെക്കണം കേട്ടോ. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് ഡൈപോളിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും എപ്പോഴും 2a. ഇത് ഡിഫൈൻ ചെയ്ത് എഴുതേണ്ട ഇക്വേഷൻ എന്താണെന്ന് അറിയാല. 2a എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്, q എന്ന് പറഞ്ഞ ചാർജ്. വേണമെങ്കിൽ അതുകൂടെ എഴുതി വെച്ചോ. ഇറ്റ് ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ചാർജ്. ഇറ്റ് ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ചാർജ്. Product of magnitude of one of the charge and the distance of dipole. And the distance of dipole. Distance of dipole. It is a vector quantity. Adutha point, it is a vector quantity. Unit coulometer. Unit coulometer. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയിലുള്ള നെറ്റ് ചാർജിന്റെ വാല്യൂ എന്തായിരിക്കും? നെറ്റ് ചാർജിന്റെ വാല്യൂ എന്തായിരിക്കും? ഡൈപോളിന്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ -q to +q. അപ്പൊ നെറ്റ് ചാർജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇതിന്റെ ഇടയിൽ ഉണ്ടാവുന്നത്? -q + q എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 0. ഇനി അടുത്തൊരു ഡെറിവേഷൻ ആണ് കേട്ടോ. എല്ലാ എക്സാമിനും ചോദിക്കും. ഇനി എല്ലാം നമ്മൾ ഡെറിവേഷൻ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. കറക്റ്റ് ആയിട്ട് എഴുതി തന്നെ പഠിക്കുക. ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ബുക്കിലേക്ക് എഴുതിയാൽ മതി. Okay, അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിയൽ ലൈൻ ഓഫ് ദ ഇലക്ട്രിക് ഡൈപോൾ. എന്തെങ്കിലും മനസ്സിലായ ഈ ഹെഡിങ് കണ്ടിട്ട് തന്നെ? അത്ര പറയുന്ന പോലെ ഒന്നുമില്ല, ടഫ് ഒന്നുമില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡെറിവേഷൻ തന്നെയാണ്. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിയൽ ലൈൻ ഓഫ് ദ ഇലക്ട്രിക് ഡൈപോൾ. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യം തുടങ്ങാം. ഇലക്ട്രിക് ഡൈപോൾ എന്താന്ന് നമ്മൾ പറഞ്ഞു. ജോസിന് കാണാൻ പറ്റുന്നുണ്ടോ? ഇലക്ട്രിക് ഡൈപോൾ എന്താന്ന് നമ്മൾ പറഞ്ഞ ഇപ്പൊ പറഞ്ഞ എന്താ ഇലക്ട്രിക് ഡൈപോൾ? റെസ്പോണ്ട് ചെയ്യും. ഇലക്ട്രിക് ഡൈപോൾ എന്താന്നാ പറഞ്ഞേ? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. അതാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് നമുക്കറിയാം. അപ്പൊ ഞാനൊരു ഡൈപോൾ ഇവിടെ വരച്ച് -q ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. -q + q. ഇതിന് ഞാൻ a എന്ന് കൊടുത്ത് ഇതിനെ b എന്ന് കൊടുത്ത് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് 2a. ഓക്കെ, ഇലക്ട്രിക് ഡൈപോൾ ഞാൻ വരച്ച്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിയൽ ലൈൻ ഓഫ് ദ ഇലക്ട്രിക് ഡൈപോൾ. ആക്സിയൽ ലൈൻ എന്ന് പറയുമ്പോൾ എവിടെ വരും? ഏകദേശം ഇപ്പൊ നോക്കിക്കേ, ഇതിന്റെ ഇങ്ങനെ വരുന്ന ഏത് സൈഡിലെ പോയിന്റ് നമുക്ക് ആക്സിയൽ ലൈൻ ആയിട്ട് എടുക്കാം. അപ്പൊ ഈ ഒരു ഡൈപോളിന്റെ ഈ ഒരു ലൈനിൽ വരുന്ന ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യണം. ഏതെങ്കിലും ഈ ലൈനിൽ വരുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. ആക്സിയൽ എന്ന് പറയുമ്പോൾ അവിടെ വരും. അടുത്ത ഡെറിവേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇക്വറ്റോറിയൽ ആയിരിക്കും. ഇക്വറ്റോറിയൽ എന്ന് പറയുമ്പോൾ നേരെ പൊക്കത്ത് വരും. ഓക്കെ, അപ്പൊ എന്താ ചെയ്തേക്കുന്നത്? ആക്സിയൽ ലൈൻ, ഇത് ഇലക്ട്രിക് ഡൈപോളിന്റെ ആക്സിയൽ ലൈനിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു പോയിന്റ് ആക്സിയൽ ലൈനിൽ വരുന്ന ഒരു പോയിന്റ് ഞാൻ ഇവിടെ ആയിട്ട് ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തു. ഓക്കെ, ഇപ്പൊ നോക്കിക്കേ, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിയൽ ലൈൻ ഓഫ് ദ ഇലക്ട്രിക് ഡൈപോൾ. ഇപ്പൊ എന്താ മനസ്സിലായി? ഇലക്ട്രിക് ഡൈപോളിന്റെ ആക്സിയൽ ലൈനിൽ വരുന്ന ഒരു പോയിന്റ്.
ആ പോയിന്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കണം. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിയൽ ലൈൻ ഓഫ് ദ ഇലക്ട്രിക് ഡൈപോൾ. മനസ്സിലായ? ഡൈപോളിന്റെ ആക്സിയൽ ലൈനിൽ വരുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കണം. ഡെറിവേഷൻ എന്തായാലും ചോദിക്കും. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഡിസ്റ്റൻസ് 2a ആണ്. അപ്പൊ ഞാൻ വേണമെങ്കിൽ ഇത് 2a എന്ന് പറയുമ്പോഴത്തേക്കും ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് a, ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് a എന്ന് പറഞ്ഞ് എനിക്ക് എടുക്കാം. 2a അല്ല, ഞാൻ a എന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡൈപോളിന്റെ സെന്ററിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള, അതായത് നമ്മൾ കൺസിഡർ ചെയ്ത ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് r ആയിട്ട് ഞാൻ എടുത്തു. അത് ഏത് കേസിൽ ചെയ്താലും ഡൈപോളിന്റെ സെന്ററിൽ നിന്ന് പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് r ആയിട്ട് എടുത്തു. ഇത്ര ഓക്കെ ആയാലും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായ? ഒരു ഡൈപോൾ കൺസിഡർ ചെയ്ത് ഡൈപോളിന്റെ ആക്സിയൽ ലൈനിൽ വരുന്ന ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തു. ഓക്കെ, ആ പോയിന്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് എനിക്ക് കണ്ടുപിടിക്കണം. ജസ്റ്റ് ഞാൻ ഡിസ്റ്റൻസ് ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെന്ററിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ r ആയിട്ട് എടുത്ത് ഇത് ജസ്റ്റ് a എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഈ പോയിന്റിൽ കൊണ്ടുവന്ന ഒരു ടെസ്റ്റ് ചാർജ് വെക്കണേ. ടെസ്റ്റ് ചാർജ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്താ ടെസ്റ്റ് ചാർജ്? ടെസ്റ്റ് ചാർജ് എല്ലാം വിട്. ടെസ്റ്റ് ചാർജിന് പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും? പോസിറ്റീവ്. അപ്പൊ ഒരു ടെസ്റ്റ് ചാർജ് കൊണ്ടുവന്ന് ഞാൻ ഇവിടെ വെക്കണേ. അപ്പൊ ടെസ്റ്റ് ചാർജ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ പോസിറ്റീവ് ചാർജ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ടെസ്റ്റ് ചാർജ് കൊണ്ടുവന്ന് ഞാൻ ഇവിടെ വെക്കണേ. ടെസ്റ്റ് ചാർജിന് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ടെസ്റ്റ് ചാർജ് വെച്ച് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഈ പ്ലസ് ചാർജ് കൊണ്ട്, ഈ പ്ലസ് ക്യൂ കൊണ്ടും ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ മൈനസ് ക്യൂ കൊണ്ടും ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇതിന്റെ രണ്ടിന്റെയും കൂടി നെറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ആയി ആ ലൈനിലുള്ള. ഓക്കെ, അപ്പൊ പ്ലസ് ക്യൂ കൊണ്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, മൈനസ് ക്യൂ കൊണ്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. രണ്ടിന്റെയും കൂടി നെറ്റ് എടുത്താൽ നമുക്ക് ടോട്ടൽ ഡെറിവേഷൻ കംപ്ലീറ്റ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദിസ് പ്ലസ് ചാർജ്, ഈ പ്ലസ് ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് ഇവിടെ പ്ലസ് ചാർജ് ആണ്, ഇവിടെ പ്ലസ് ചാർജ് ആണ്. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങൾ പറയണ്ട, ഇവര് പറയട്ടെ. പ്ലസും പോസിറ്റീവും വന്നാൽ എന്തായിരിക്കും? അട്രാക്ഷൻ ആയിരിക്കും, റിപ്പൽഷൻ ആയിരിക്കും. അപ്പൊ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ്, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഇലക്ട്രിക് ഫീൽഡ്, ഈ ചാർജ് കൊണ്ട് ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ റിപ്പൽഷൻ ആയതുകൊണ്ട് അത് നേരെ ഇങ്ങോട്ട് പോയി. ഓക്കെ, അതിനെ ഞാൻ ചുമ്മാ ഈ പ്ലസ് എന്ന് കൊടുത്തു. ഈ പ്ലസ് കൊണ്ട് ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇനി നമുക്ക് എഴുതാം. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു, ശ്രദ്ധിച്ചിരിക്കണേ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ക്യൂ. പ്ലസ് ക്യൂ എന്താന്ന് മനസ്സിലായില്ല? ഈ പ്ലസ് ക്യൂ കാരണം ഈ പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്. മനസ്സിലായോ ജോസെ? ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ചാർജ്. ഇനി നിങ്ങൾ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു പോയിന്റ് ചാർജ്. ഒരു പോയിന്റ് ചാർജ് കൊണ്ട് ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. ഫോഴ്സ് അല്ല, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. നിങ്ങൾ പറയണ്ട, ബാക്കിയുള്ളവര്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു പോയിന്റ് ചാർജ്. പ്രണവേ പറഞ്ഞടാ, ആലോചിച്ച് പറ. അതൊക്കെ പറയാൻ പറ്റുമോ? E is equal to, ഫിനിഷ് പറയാൻ പറ്റുമോ? എഫ് ബൈ ക്യൂ. ഓക്കെ, അത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അതിൽ നമ്മൾ എന്നിട്ട് എഫിന്റെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മളൊരു ഫൈനൽ ഇക്വേഷനിൽ എത്തി. 1/4πε0 Q by R square. KQ by R square എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പഠിച്ചു. E is equal to KQ by R square. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു പോയിന്റ് ചാർജ് പഠിച്ചില്ലേ? അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ പ്ലസ് ക്യൂ ചാർജ് കാരണം ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്, ദാറ്റ് ഇസ് E പ്ലസ് 1/4πε0 Q ഡിവൈഡഡ് ബൈ R സ്ക്വയർ. R സ്ക്വയർ എന്ന് ഉദ്ദേശിച്ച ഡിസ്റ്റൻസ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ തൊട്ട് എവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കണ്ടേ? ബിലാല് ശ്രദ്ധിച്ചേടാ, ഡിസ്റ്റൻസ് എവിടെ തൊട്ട് എവിടെ വരെയുള്ളത് എടുക്കണ്ടേ? നോക്കിക്കേ, ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ E is equal to KQ by R square. അപ്പൊ R എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താ? ഡിസ്റ്റൻസ് ആണ് അല്ലെ? അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ തൊട്ട് എവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കണ്ട? പ്ലസ് ക്യൂ ചാർജ് കാരണമല്ലേ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ പ്ലസ് ക്യൂ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? R മൈനസ് A the ഹോൾ സ്ക്വയർ. ഓക്കെ, മനസ്സിലായില്ലേ? ടോട്ടൽ R ആയിരുന്നു, A നമ്മൾ മാറ്റി കഴിഞ്ഞപ്പോൾ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് R മൈനസ് A the ഹോൾ സ്ക്വയർ. ഇനി അടുത്തത്, അപ്പൊ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ക്യൂ എഴുതി. ഇനി അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു മൈനസ് ക്യൂ എന്ന് പറഞ്ഞേ. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു മൈനസ് ക്യൂ എങ്ങനെ വരും?
അതായത് ഇതുകൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അടുത്തത് ഇതുകൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇ മൈനസ് ഈക്വൽ ടു എങ്ങനെ വരും? 1/4 തെറ്റണമെങ്കിൽ തെറ്റിക്കോട്ടെ, പറഞ്ഞു 1/4 q ഡിവൈഡഡ് ബൈ r പ്ലസ് a ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇവര് തമ്മിൽ എന്തായിരിക്കും ഉണ്ടാവുന്നത്? ഇത് മൈനസ് ഇത് പ്ലസ് ആണ്. അപ്പൊ എന്തായിരിക്കും ഉണ്ടാവുന്നത്? അട്രാക്ഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ രണ്ടും തമ്മിൽ അട്രാക്ഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ഇ മൈനസ് അട്രാക്ഷൻ, ഇ പ്ലസ് റിപ്പൾഷൻ. അത് ജസ്റ്റ് ഡയഗ്രാം വരക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇവിടെ അപ്പൊ മനസ്സിലായല്ല, ഇലക്ട്രിക് ഡൈപോളിന്റെ ആക്സിയൽ ലൈനിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. ആ പോയിന്റിൽ ഉണ്ടാവുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് വേണ്ടത്. സോ നമ്മളിവിടെ ഒരു ടെസ്റ്റ് ചാർജ് വെച്ചു. ഈ +q കാരണം ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഈ -q കാരണം ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ഈ നെറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഈ നെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കും? രണ്ടും സെയിം ഡയറക്ഷനിലാണെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്ത് പോയാൽ മതിയായിരുന്നു. പക്ഷെ ഇത് നോക്കിക്കേ, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഏതാണോ കൂടിയത് അതിൽ നിന്ന് നമ്മൾ കുറഞ്ഞതിനെ സബ്ട്രാക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇത് ജസ്റ്റ് ഡെറിവേഷനിൽ ഇത്രയും നോക്കിയാൽ മതി. ഈ പ്ലസിന്ന് നമ്മൾ ഈ മൈനസിനെ സബ്ട്രാക്ട് ചെയ്യും. ഓക്കെ, അത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഇനി രണ്ടും സെയിം ഡയറക്ഷനിലാണ് വരുന്നതെങ്കിൽ നമ്മൾ ടോട്ടൽ കാണാൻ വേണ്ടി, നെറ്റ് കാണാൻ വേണ്ടി രണ്ടും ആഡ് ചെയ്താൽ മതിയായിരുന്നു. ഇത് രണ്ടും കണ്ട ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഈ പ്ലസിന്ന് ഈ മൈനസ് സബ്ട്രാക്ട് ചെയ്യാൻ പോകും. അപ്പൊ നോക്കിക്കേ, ഈ പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ? 1/4 q ബൈ r മൈനസ് a ദ ഹോൾ സ്ക്വയർ മൈനസ് 1/4 q ബൈ r പ്ലസ് a ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതിൽ നമുക്ക് എന്തിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം? q/4πε0 കോമൺ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇത് സോൾവ് ചെയ്യാൻ ഇനി കുഴപ്പമില്ലല്ലോ. തിരിഞ്ഞു പോയല്ലേ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. q/4πε0 ഇതെങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിൽ എടുക്കുന്നത്. അപ്പൊ r² പ്ലസ് 2ra പ്ലസ് a സ്ക്വയർ മൈനസ് r² മൈനസ് 2ra പ്ലസ് a സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇതെങ്ങനെ വരും? അത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഫോമിലല്ലേ കിടക്കുന്നത്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? r² മൈനസ് a സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. കറക്റ്റ് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാം? ഇതിന്റെ ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്യാം. അപ്പൊ q/4πε0 r² പ്ലസ് 2ra പ്ലസ് a സ്ക്വയർ മൈനസ് r² ഇവിടെ എന്താവും? പ്ലസ് ആവും. പ്ലസ് 2ra ഇവിടെ എന്തായി? മൈനസ് a സ്ക്വയർ ഡിവൈഡഡ് ബൈ r² മൈനസ് a സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് r² ക്യാൻസൽ ചെയ്യാം. അതുപോലെ a സ്ക്വയർ ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ളത് q/4πε0 2ra പ്ലസ് 2ra. അപ്പൊ എന്ത് വന്നു? 4ra ഡിവൈഡഡ് ബൈ r² മൈനസ് a സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇത്രയും ഒന്ന് എഴുതിയിട്ട് ബാക്കി നമുക്ക് എഴുതാം. മനസ്സിലാക്കി എഴുതണേ. ബോർഡ് നോക്കാതെ എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെ എഴുതും. ഫസ്റ്റ് തന്നെ ഉറക്കം വന്ന. ഓക്കെ, ഈ മൈനസ് എങ്ങനെ വരും? 1/4πε0 പറഞ്ഞോ. q ഡിവൈഡഡ് ബൈ ഇവിടുത്തെ വാല്യൂ എന്ത് തന്നെ വരും? ഇത് a ആണ്, ഇത് r ആണെങ്കിൽ ഇവിടെ എന്ത് തന്നെ വരും? √r² പ്ലസ് a സ്ക്വയർ തന്നെ വരത്തില്ലേ? അത് തന്നെ എഴുതി. √r² പ്ലസ് a സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇവിടെ അത് തന്നെ എഴുതി. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ പ്ലസും മൈനസും ആവുമ്പോൾ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? അട്രാക്ഷൻ ആയിരിക്കും സംഭവിക്കുക. അപ്പൊ നേരെ രണ്ടും കൂടി അട്രാക്ഷൻ ആയിരിക്കും വരിക. അപ്പൊ ഞാൻ അത് നേരത്തെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ നെറ്റ് എടുക്കണം. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു
രണ്ടും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്താൽ മതിയായിരുന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ വലുതിന്ന് ചെറുത് കുറച്ചാൽ മതിയായിരുന്നു. ഇവിടെ നോക്കിക്കേ, സെയിം ഡയറക്ഷനും അല്ല ഓപ്പോസിറ്റ് ഡയറക്ഷനിലും അല്ല ഇതിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ നെറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്ലസിനെ നമുക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. അതുപോലെ തന്നെ ഈ മൈനസിനെയും നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഓക്കെ, E plus can be resolved into two components and also E minus can be resolved into two components. അപ്പൊ നമുക്ക് രണ്ട് കമ്പോണൻസ് വെച്ച് കിട്ടും. അതിൽ നിന്ന് നമുക്ക് നെറ്റ് എടുക്കാം. അപ്പൊ ഈ ആംഗിൾ ഞാൻ തീറ്റ ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ പ്ലസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്ലസിനെ രണ്ട് കമ്പോണൻസ് ആയിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാം. അപ്പൊ നോക്കിക്കോ, E plus can be resolved into two components. ഇത് തീറ്റ ആണെങ്കിൽ ഇത് തീറ്റ, ഇത് തീറ്റ. സോ ഇ പ്ലസ് സൈൻ തീറ്റ, ഇ പ്ലസ് കോസ് തീറ്റ. അപ്പൊ റിസോൾവ് ചെയ്യാൻ വേണ്ടി, അതായത് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എടുക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഇ പ്ലസിനെ രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്തു. ഒരു വെർട്ടിക്കൽ കമ്പോണന്റും ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റും, ഇ പ്ലസ് സൈൻ തീറ്റ ആൻഡ് ഇ പ്ലസ് കോസ് തീറ്റ. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് നോക്കിക്കേ, ഈ മൈനസിനെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഈ മൈനസിനെ ഞാൻ രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാൻ പോലെയാണ്. E minus sin theta and E minus cos theta. ഓക്കെ, ഇവിടെ വരെ ഏകദേശം കിട്ടും. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഇവിടെ വരെ കുഴപ്പമുണ്ടാവില്ല, ഇവിടെ വരെ എഴുതാൻ വലിയ പ്രശ്നമില്ല. അപ്പൊ നമുക്ക് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എടുക്കാൻ വേണ്ടി ഇ പ്ലസിനെയും രണ്ട് കമ്പോണന്റ് ആയിട്ട് റിസോൾവ് ചെയ്തു, ഈ മൈനസിനെയും രണ്ട് കമ്പോണന്റ് ആയിട്ട് റിസോൾവ് ചെയ്തു. ഇന്ന് തന്നെ പോയിട്ട് എഴുതി പഠിച്ചില്ലെങ്കിൽ ഇത് കിട്ടത്തില്ല കേട്ടോ, മറന്നു. രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്തു. ഇനി നോക്കിക്കേ, ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇ പ്ലസ് സൈൻ തീറ്റ, ഇ മൈനസ് സൈൻ തീറ്റ എന്ത് ചെയ്ത് കളയാം? ക്യാൻസൽ ചെയ്ത് കളയാം അല്ലെ? ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമുക്ക് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ ഇ പ്ലസും ഇ മൈനസും ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ ബാക്കിയുള്ളത് എന്താ നമുക്ക് ആഡ് ചെയ്യാനായിട്ടുള്ളത്? നോക്കിക്കേ, ഇത് രണ്ടും സെയിം ഡയറക്ഷനിൽ വന്നില്ലേ? അതായിരുന്നില്ലേ നമ്മുടെ എയിം. സെയിം ഡയറക്ഷനിൽ വന്നാൽ ജസ്റ്റ് നെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ആഡ് ചെയ്താൽ മതിയായിരുന്നു. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇ പ്ലസ് കോസ് തീറ്റ പ്ലസ് ഇ മൈനസ് സൈൻ തീറ്റ. അപ്പൊ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇ നെറ്റ് ഈക്വൽ ടു ഇ പ്ലസ് കോസ് തീറ്റ പ്ലസ് ഇ മൈനസ് കോസ് തീറ്റ. അതിന്റെ വാല്യൂ ജസ്റ്റ് അങ്ങ് എഴുതുക. ഇ പ്ലസിന്റെ വാല്യൂ എന്താ? 1/4πε0 q ഡിവൈഡഡ് ബൈ, ഇതിനെ ഞാൻ സ്ക്വയർ ചെയ്തപ്പോ റൂട്ട് അങ്ങ് പോയി. അപ്പൊ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ കോസ് തീറ്റ പ്ലസ് ഈ മൈനസിന്റെ വാല്യൂ എന്താ പറഞ്ഞേക്കുന്നത്? 1/4πε0 q ഡിവൈഡഡ് ബൈ സെയിം തന്നെ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ. ഇനി നമുക്ക് ജസ്റ്റ് ഇപ്പൊ ഇതിനെ നമുക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ എഴുതിയാൽ പോരെ. ഇ നെറ്റ് ഈക്വൽ ടു 2 ഇൻറ്റു 1/4πε0 q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ. ഇങ്ങനെ എഴുതിയാൽ മതിയില്ലേ? ഓക്കെ, ഇനി നമുക്ക് കോസ് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം. കോസ് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് തീറ്റ ആയിട്ട് എടുത്ത് കോസ് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എങ്ങനെ വരും? കോസ് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെയും ഉണ്ട് വാല്യൂ. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റയുടെ വാല്യൂ എങ്ങനെ വരും? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് തീറ്റ എന്ന് പറഞ്ഞ ഉച്ചത്തിൽ പറഞ്ഞേ. നീ ടോട്ടൽ ആൻസർ അല്ലേ പറയണേ? എങ്ങനെയാ വരുന്നല്ലേ പറഞ്ഞു? ടോട്ടൽ ആൻസർ അല്ലേ പറഞ്ഞു? ഓക്കെ, കോസ് തീറ്റ ഈക്വൽ ടു എങ്ങനെ വരും? അഡ്ജസൻറ്റ് സൈഡ് ബൈ, ഒരു മിനിറ്റ്, ഫിഗർ വരച്ചായിരുന്ന? ഇല്ല, വരച്ചു പോയിക്കോ നല്ലത്. ഇത്ര എഴുതും. ഇവിടെ വരെ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? എന്നിട്ട് ബാക്കി പറയാതാ നല്ലത്. അല്ലെങ്കിൽ ഇനിയും പോകും. കോസ് തീറ്റ കണ്ടുപിടിച്ച് വരുമ്പോ പിന്നെയും പോകും. ഇവിടെ വരെ കൺഫ്യൂഷൻ ഉണ്ടാവും. വേഗം ചെയ്തു എന്നിട്ട് ബാക്കി പറയാം. ഫിഗർ മാത്രം ഒന്ന് വരച്ചു വെക്കുന്ന, ഫിഗറെങ്കിലും മനസ്സിലാക്കി വരക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് നോക്കാം. ഫിഗർ മാത്രം വരയ്ക്കുക. എഴുതുന്നുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് എഴുതാം. വരച്ച ഫിഗർ വരച്ച് കഴിയുമ്പോ പറയട്ടാ.
വരച്ചു കഴിഞ്ഞാ വരച്ചു. ഓരോ സ്റ്റെപ്പും ആലോചിച്ച് നോക്കി വരക്കണേ. ആദ്യം തന്നെ ഡൈപോൾ വരക്കുക. അവിടെ നിന്ന് വേണം കേട്ടോ വരക്കാൻ. ഫസ്റ്റ് ഡൈപോൾ വരച്ചിട്ട് പ്ലസ് ക്യൂ കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്, ദെൻ മൈനസ് ക്യൂ കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്, അതിന്റെ ഡയറക്ഷൻ കാണിച്ചിട്ട് വേണം ഇ പ്ലസിനെയും ഇ മൈനസിനെയും റിസോൾവ് ചെയ്യാൻ. വരച്ചു കഴിയുമ്പോൾ പറയണേ. കഴിഞ്ഞ വരച്ചു കഴിഞ്ഞ കഴിഞ്ഞ ബിലാൽ കഴിഞ്ഞാടാ വരച്ചു കഴിഞ്ഞ വിഘ്നേഷ് കഴിഞ്ഞ. ഓക്കെ, ഇനി നമുക്ക് കോസ് തീറ്റ കണ്ടുപിടിക്കണം. കോസ് തീറ്റ ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇവിടുത്തെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് എന്താ? എ. ഹൈപ്പോട്ടന്യൂസ് എ ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇനി കോസ് തീറ്റയുടെ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഈ നെറ്റ് ഈ ടോട്ടൽ ഈക്വൽ ടു 2 ഇൻറ്റു 1/4πε0 q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഓക്കെ, ഇതിനെ നമുക്ക് ഇനി ഒന്ന് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാം. ഇതിനെ ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയറിനെ റൂട്ട് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആർ സ്ക്വയർ പ്ലസ് എ ഹോൾ റൈസ് ടു 1/2 എന്ന് എഴുതാമല്ലോ. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ വരും? 2 ഇൻറ്റു 1/4πε0 q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ റൈസ് ടു 1/2. ഇതിനെ നമുക്ക് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ റൈസ് ടു 3/2 എന്ന് എഴുതാമല്ലോ. എഴുതാൻ പറ്റത്തില്ലേ? ഇതിന്റെ പവർ 1. ഓക്കെ, ഇതിന്റെ പവർ 1/2. 1 + 1/2 3/2. ആ ഒരു രീതിയിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് 2 ഇൻറ്റു 1/4πε0 q ഡിവൈഡഡ് ബൈ q ഇൻറ്റു എ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ റൈസ് ടു 3/2. ഇനി ഇതെങ്ങനെ എഴുതാം നമുക്ക്? 2q a എന്ന് പറഞ്ഞാൽ എന്താ? p. അപ്പൊ എങ്ങനെ എഴുതാം? 1/4πε0 p ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ റൈസ് ടു 3/2. ഇനി നമുക്ക് ഇവിടെ എനെ എന്ത് ചെയ്യാം? എനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. ഓക്കെ, a less than r, so a can be neglected. a നെഗ്ലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി എന്താ വരുന്നത്? e ഈക്വൽ ടു 1/4πε0 p ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ റൈസ് ടു 3/2. 2 ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ള e ഈക്വൽ ടു 1/4πε0 p ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് ദ ഡൈപോൾ. മനസ്സിലാക്കി എഴുതണേ. അവിടെ പോയി ഓക്കെ. 2 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 1 മാർക്ക് ആയിട്ടൊക്കെ ചോദിക്കുള്ളൂ. എഴുതിക്കോ. two charges
two charges plus 15 microcoulomb, 15 plus 15 microcoulomb and minus 15 microcoulomb, are separated by a distance of 1 micrometer. What is the dipole moment? Find the dipole moment. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എല്ലാം ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഡൈപോൾ മൊമെന്റ് കണ്ടുപിടിക്കുക. ക്യൂവിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, പ്ലസ് ക്യൂ തന്നിട്ടുണ്ട്, മൈനസ് ക്യൂ തന്നിട്ടുണ്ട്. അപ്പൊ ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ എന്താ വരുന്നത് ആലോചിക്കുക. ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ എന്താ? P is equal to 2QA അല്ലെ? അപ്പൊ ക്യൂവിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കുക, 2A എന്ന് പറയുന്ന വാല്യൂ ആണ് അവിടെ തന്നേക്കുന്ന 1 മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ അല്ലെ. ഡയറക്റ്റ് 2A തന്നേക്കുന്നത്, അല്ലാതെ നമ്മൾ എയുടെ വാല്യൂ മാത്രമല്ല. ഡൈപോളിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുന്നത്? 2A. അപ്പൊ 2A വാല്യൂ ആണ് അവിടെ തന്നേക്കുന്നത്. അങ്ങനെ മിസ്റ്റേക്ക് എപ്പോഴും പിള്ളേർ വരുത്തി വെക്കുന്ന മിസ്റ്റേക്ക് ആണ്, അത് വരുത്തരുത്. അപ്പൊ അവിടെ തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 2A വാല്യൂ തന്നേക്കുന്ന, എയുടെ വാല്യൂ അല്ല. എഗൈൻ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യരുത്, അത് എപ്പോഴും കണ്ടുവരുന്ന മിസ്റ്റേക്ക്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ക്യൂവിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, പ്ലസ് ക്യൂ അല്ലെങ്കിൽ മൈനസ് ക്യൂ ഏതെങ്കിലും എടുത്താൽ. ഡൈപോൾ മൊമെന്റ് ഇക്വേഷൻ P is equal to 2Q into A അല്ലെങ്കിൽ 2AQ. അപ്പൊ ക്യൂ എന്ന് പറയുന്നതിന്റെ വാല്യൂ നമുക്ക് എന്തായിട്ട് എടുക്കാം? 15 ഏതെങ്കിലും എടുത്താൽ മതി. അപ്പൊ 15 എടുത്തു. P is equal to 2A. 2A എന്ന് പറയുന്നത് എന്താ? 2A എന്ന് പറയുന്നതാണ് 1 മൈക്രോമീറ്റർ എന്ന് തന്നിരിക്കുന്നത്, അല്ലാതെ എയുടെ വാല്യൂ അല്ല. 2A എന്നുള്ള കംപ്ലീറ്റ് 2A എന്നുള്ളതാണ് 1 മൈക്രോമീറ്റർ എന്ന് തന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ കണ്ടുപിടിക്കാമല്ലോ, ആൻസർ എത്ര വന്നു? കിട്ടിയ -12 കിട്ടാത്തവരാരെങ്കിലും ഉണ്ടോ? എങ്ങനെയാ 12 കിട്ടിയത്? ആ, അതൊക്കെ എഴുത്. ഇപ്പൊ ഓർക്കും, പിന്നെ മറന്നു വരും. ക്യൂവിന്റെ 15 മൈക്രോകൂളോംബിനെ കൂളോംബിലേക്ക് മാറ്റുമ്പോൾ എന്ത് വരും? 10⁻⁻6. അപ്പൊ ക്യൂവിന്റെ വാല്യൂ കിട്ടി. ഇനി 2യുടെ വാല്യൂ തന്നേക്കുന്ന 1 മൈക്രോമീറ്റർ. മൈക്രോമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കുമ്പോൾ എന്ത് തന്നെ? -6. അപ്പൊ ടോട്ടൽ 15 × 10⁻12. കിട്ടിയോ? കിട്ടിയില്ലേ? അതെന്താ കിട്ടാത്തത്? ഇവിടത്താ P is equal to 2A into Q. മനസ്സിലായല്ല? ക്യൂവിന്റെ വാല്യൂ നമ്മൾ എങ്ങനെ എഴുതി? മൈക്രോകൂളോംബ് ഇങ്ങനെയല്ല എഴുതണം. മൈക്രോകൂളോംബ്. ഓക്കെ, മൈക്രോകൂളോംബ് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടില്ലല്ലേ? നല്ല വെച്ചു, ഈ വർഷം പഠിച്ചു. അപ്പൊ P is equal to 2A into Q. ക്യൂവിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട് 15 മൈക്രോകൂളോം. മൈക്രോകൂളോംബിനെ കൂളോംബിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം? അത് പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക്. കൺവേർഷൻ പഠിച്ചിട്ടില്ലേ? 15 × 10⁻⁻6. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ പറയണത്? 15 × 10⁻⁻6. ഇനി 2A ആണ് ഡയറക്റ്റ് തന്നേക്കുന്നത്. 2A ഈക്വൽ ടു എത്രയാണെന്ന് തന്നേക്കുന്നത്? 1 മൈക്രോമീറ്റർ. മൈക്രോമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കുമ്പോൾ 1 × 10⁻⁻6. അപ്പൊ ടോട്ടൽ എങ്ങനെ വരും? P is equal to 2A into Q. ദാറ്റ് ഈസ് 2A എന്ന് പറഞ്ഞാൽ 1 × 10⁻⁻6 into Qന്റെ വാല്യൂ 15 × 10⁻⁻6. സോ 15 × 10⁻⁻12 കൂളോമീറ്റർ. മനസ്സിലായോ? എഴുതിക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടാ. An electric dipole consists of two charges plus 10 microcoulomb and minus 10 microcoulomb plus 10 microcoulomb and minus 10 microcoulomb separated by a distance 5 millimeter. Separated by a distance 5 millimeter. Calculate the electric field at a point
On the axial line, calculate the electric field at a point on the axial line at a distance of 10 centimeter from the center of the dipole. 10 centimeter from the center of the dipole. Okay, ആ question ഒന്ന് ശ്രദ്ധിച്ചേ. An electric dipole consists of two charges. Charge-ന്റെ value വന്നിട്ടുണ്ട് +10 microcoulomb and -10 microcoulomb separated by a distance. അപ്പൊ ഡിസ്റ്റൻസ് അപ്പൊ +10 ഉണ്ട് -10 ഉണ്ട് -10 and +10 separated by a distance of എത്ര പറഞ്ഞേക്കുന്നത് 5 millimeter. 5 millimeter. Calculate the electric field at a point on the axial line of the dipole at a distance of 10 centimeter from the center. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിയൽ ലൈൻ്റെ ഇക്വേഷൻ എന്താ E is equal to ഇപ്പൊ പഠിച്ച ഇക്വേഷൻ 1/4πε0 ആക്സിയൽ ലൈൻ എന്ന് പറയുമ്പോൾ 2p/r3. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതില് നമുക്കിനി എന്താ വേണ്ട 1/4πε0യുടെ വാല്യൂ നമുക്കറിയാം 9 × 10⁻⁹ ആണെന്ന് അറിയാം. പിന്നെ p കണ്ടുപിടിക്കണ്ടേ? p കണ്ടുപിടിക്കണം. p യുടെ ഇക്വേഷൻ എന്താ? അപ്പൊ p സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. p is equal to p യുടെ ഇക്വേഷൻ എന്താ 2aq. അതിന് q ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 10 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2a എത്രയാണെന്ന് തന്നേക്കുന്നത് 2a ഡയറക്റ്റ് 2a വാല്യൂ എത്രയാണെന്ന് നമുക്ക് തന്നേക്കുന്നത് 5 millimeter ആണ് തന്നിട്ടുണ്ട്. അപ്പൊ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് p യുടെ വാല്യൂ കണ്ടുപിടിക്കുക. ദെൻ ആ p കൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കണ്ടുപിടിച്ചോ? കിട്ടിയില്ലെങ്കിൽ ഞാൻ ചെയ്തു തരാം, കുഴപ്പമില്ല, ട്രൈ ചെയ്യും. എവിടെ വരെ പോകുന്നു നോക്കാം. 1/4πε0യുടെ വാല്യൂ 9 × 10⁻⁹ എഴുതി വെച്ചു. സോൾവ് ചെയ്തിട്ട് എത്ര കിട്ടിയെന്ന് പറയട്ടാ. കിട്ടിയാ? കിട്ടിയ 3 0.9 × 10⁻⁴ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഞാൻ × 10⁵ യൂണിറ്റ് എന്തായിരിക്കും വരിക? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആലോചിച്ചു. കിട്ടും. ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് എന്താ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ആദ്യം പഠിച്ച ജനറൽ ഇക്വേഷൻ എന്തായിരുന്നു? E is equal to അത് നമ്മൾ ഇക്വറ്റോറിയൽ ലൈനിന്റെ പഠിച്ചു. ഇക്വറ്റോറിയൽ ലൈൻ അല്ല, അത് നമ്മൾ പോയിന്റ് ചാർജിന്റെ പഠിച്ചു. ജനറലി നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്ത? ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ടെസ്റ്റ് ചാർജ് അല്ലെ? E is equal to F/Q എന്നല്ലേ? അപ്പൊ അതിന്റെ യൂണിറ്റ് എന്താ? F ന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളോം. ജനറലി യൂണിറ്റ് എന്ന് പറയുമ്പോൾ അത് മാത്രം എഴുതിയാൽ മതി. 5 0.9 × 10⁻⁶ അല്ലെങ്കിൽ 9 × 10⁵. ഇവിടെ പോയെന്ന് പറഞ്ഞു.
സമയം എടുത്ത് ചെയ്താൽ മതി. കിട്ടിയത് കിട്ടിയല്ലേ? 9 × 10⁴ 10⁵ വരുമല്ലോ. 10⁻6. എന്താണോ തന്നിരിക്കുന്ന വാല്യൂ ഇൻറ്റു 10⁻6. ഇവിടെ നോക്കട്ടെ, ഇവിടെ 10 × 10⁻6 ഇൻറ്റു ഇവിടെ എന്താ തന്നിരിക്കുന്നത് മില്ലിമീറ്റർ ആണ്. മില്ലിമീറ്റർ ടു മീറ്റർ എന്ന് പറയുന്നത് ഇൻറ്റു 10⁻3. മനസ്സിലായോ? അത് കൺവേർഷൻ ഒക്കെ ഒന്ന് എഴുതി വെച്ചാണ്. മൈക്രോ ഇങ്ങനെയാണ് എഴുതുന്നത്. മൈക്രോ കുളോംബിനെ കുളോംബിലേക്ക് ആക്കാൻ ഇൻറ്റു 10⁻6. മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ വേണ്ടി ഇൻറ്റു 10⁻3. ഇനി സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാനാണെങ്കിൽ ഇൻറ്റു 10⁻². സെന്റിമീറ്ററും വരുന്നില്ല, ഒരെണ്ണം സെന്റിമീറ്റർ പറയുന്നുണ്ടല്ലോ, 10 സെന്റിമീറ്റർ. കിട്ടിയില്ലേ? പി എന്ന് പറഞ്ഞാല് 2a × q അല്ലെ? 2a × q. 2a എന്ന് പറയുന്നത് എത്ര തന്നേക്കുന്നത്? 5 മില്ലിമീറ്റർ. മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കുമ്പോൾ ഇൻറ്റു 10⁻³ ഇൻറ്റു q തന്നേക്കുന്ന 10 × 10⁻6. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ 15 × 10⁻9 എന്ന് എഴുതാം. ഓക്കെ, 15 × 10⁻9 അല്ലെങ്കിൽ 5 × 10⁻8 എന്നും പറഞ്ഞാൽ നമുക്ക് കിട്ടും. അതാണ് പിയുടെ വാല്യൂ. ഇനി പി കൊണ്ടൊന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി കൊണ്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പിയുടെ വാല്യൂ നോക്കണം കേട്ടോ. ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അത് നോക്കണം. അപ്പൊ എന്താ വരുന്നത്? 1/4πε0 വാല്യൂ 9 × 10⁻9 ഇൻറ്റു 2 × 50 × 10⁻9 ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ 6 തന്ന സെന്റിമീറ്റർ ആയിരുന്നില്ലേ? അല്ല, 10. ഡിസ്റ്റൻസ് സെന്ററിൽ നിന്ന് ഡൈപോളിലേക്കുള്ള ഡിസ്റ്റൻസ് 10 സെന്റിമീറ്റർ. അപ്പൊ 10 × 5 തന്നേക്കുന്നത് മറ്റേ ഡൈപോളിനെ സെപ്പറേറ്റ് ചെയ്തേക്കുന്ന ഡിസ്റ്റൻസ്. ഇത് തന്നേക്കുന്ന എന്താ? ഡിസ്റ്റൻസ് ഓഫ് 10 സെന്റിമീറ്റർ ഫ്രം ദ സെന്റർ ഓഫ് ദ ഡൈപോൾ. ഡൈപോളിന്റെ സെന്ററിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നേക്കുന്ന 10. അപ്പൊ 10 സെന്റിമീറ്റർ. അപ്പൊ 10 × 10⁻² ക്യൂബ്. ഓക്കെ, ഇതിന് സോൾവ് ചെയ്യുമ്പോൾ ക്യൂബ് അല്ലേ? ക്യൂബ് എന്ന് പറയുമ്പോൾ 1000 ആയി. 9 × 10⁻9 ഇൻറ്റു 2 × 15 × 10⁻9 ഡിവൈഡഡ് ബൈ ഇതിനെ നമുക്ക് 1000 ആക്കി എഴുതാം ഇൻറ്റു 10⁻²3. ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയാം. 2/1000 എന്ന് പറയുമ്പോൾ 500 ആയി. ഇതിനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞപ്പോൾ ഇത് 10 ആയി. ബാക്കിയുള്ളത് എന്താ ഉള്ളത്? 9/10. 9/10 എന്ന് പറഞ്ഞാൽ 0.9. 0.9 ഇൻറ്റു 10⁻². ഇത് രണ്ടും പോയി അല്ലെ? -9 +9 പോയി. ബാക്കിയുള്ള 10⁻6. -6 നേരെ പൊക്കത്തേക്ക് പോയപ്പോൾ എന്തായി? 10⁻6 N/Coulomb. ഓക്കെ, ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടായത്? കിട്ടിയില്ല? ഞാൻ ബോർഡിൽ ചെയ്യാം. പിയുടെ വാല്യൂ എത്ര കിട്ടി? പിയുടെ വാല്യൂ 2a q. 2a 5 മില്ലിമീറ്റർ. അപ്പൊ 5 × മില്ലിമീറ്റർ ടു മീറ്റർ 10⁻³ ഇൻറ്റു q 10 × 10⁻6. That is 50 × 10⁻9. എന്റെ മൈനസിൽ എങ്ങനെ വന്നാ? മില്ലിമീറ്റർ ടു മീറ്റർ. മില്ലിമീറ്റർ ആയിരുന്നില്ല തന്നത്, മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാം. അങ്ങനെയാണെങ്കിൽ മറ്റേ 10 മാറ്റിയാ 10 സെന്റിമീറ്ററിലായിരുന്നു വെച്ചാൽ 10 സെന്റിമീറ്റർ ടു മീറ്റർ 10⁻9. ഡൈപോള് കിട്ടി. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 1/4πε0 2p/r³. 9 × 10⁻9 ഇൻറ്റു 2 × 50 × 10⁻9 ഡിവൈഡഡ് ബൈ r³ r എന്ന് പറഞ്ഞാൽ 10 സെന്റിമീറ്റർ. സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 10 × 10⁻² മീറ്റർ. സോ 10 × 10⁻² ക്യൂബ്. 1000 ആയി. 1000 ക്യൂബ് ചെയ്തപ്പോൾ 1000 ആയി. 2 ചെയ്തപ്പോൾ 500. 550 അപ്പൊ 10 ടൈംസ് 0.9 × 10⁻6 N/Coulomb.
അതാണ് ആൻസർ. എന്താ കിട്ടിയില്ലേ? അവിടെ വരെ എത്തിയില്ലേ? ആ കറക്റ്റാ. കിട്ടിയ ടോപ്പിക് കൂടെ എടുക്കണമെന്നാണ് വിചാരിച്ചത്.